അങ്ങനെ വിഷു ഒക്കെ കഴിഞ്ഞ് ഇനി ദുഃഖവെള്ളിയും ഈസ്റ്ററൊക്കെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അഞ്ചത്തിന് ഒരു ദിവസത്തെ ഓഫ് കിട്ടി. അപ്പോൾ ഞങ്ങളും അഞ്ചത്തോട് റൂമിലിരിക്കാൻ നേരം അഞ്ചത്തിൻ്റെ അടുത്ത് വെച്ച് ചിക്കൻ മേടിക്കാൻ പോകാൻ വരുന്നുണ്ടോന്ന് കേട്ട് പതി ഞാൻ ഓടി വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്ര താല്പര്യമില്ല. അച്ഛൻ ചിക്കൻ കഴിക്കാറില്ല. ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ചിക്കൻ. അപ്പോൾ ഇന്ന് നമ്മുടെ യാത്ര ചിക്കൻ മേടിക്കാനാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വീട്ടിലിരിക്കുന്ന എൻ്റെ അപ്പനും അമ്മയൊക്കെ ആയിരുന്നു ആലോചിക്കും, ദൈവമേ ഒരു തവണ പോലും കടയിൽ പോയി ഒരു സാധനം മേടിക്കാത്ത കൊച്ചായിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അഞ്ചിത്ത് എപ്പോൾ പോയാലും ഞാൻ ഓടി വണ്ടി കയറും. ഒരു രസമല്ലേ. അങ്ങനെ നമ്മൾ നേരെ ചിക്കൻ കടയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ മേടിക്കാൻ വരുന്നെങ്കിൽ ഇത് കണ്ട് ഞാൻ ഞെട്ടി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു കട മുമ്പ് കണ്ടിട്ടില്ല. നമ്മുടെ നാട് പണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ നാടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ നാട് എന്ന് ബാലു സാർ വന്ന് എന്നെ ഒന്ന് തിരുത്തിയിരുന്നു. അപ്പോൾ ആ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു ചിക്കൻ കട കണ്ടിട്ടില്ല. അതാ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു എൻട്രൻസ് കയറുമ്പോൾ തന്നെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ചെയർ, പിന്നെ എന്താണ് അപ്പുറത്ത് ബില്ലിംഗ് സെക്ഷൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു കോഴി ഫാം കാണുന്നത്. അപ്പോൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സൈഡിൽ നമ്മുടെ നാടൻ കോഴി, ഇതൊക്കെ കിണറൊക്കെ ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് തൊട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ വരുത്ത് കോഴിയാണോ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല, ആ കോഴി. അപ്പം വന്നവർക്കൊക്കെ ബില്ലിട്ട് കൊടുക്കുന്ന നമ്മുടെ ബംഗാളി ചേട്ടനുണ്ട് അവിടെ. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ കോഴികളെ പിടിക്കാനായിട്ട് എന്ത് കഷ്ടമല്ല ഇതിൻ്റെയൊക്കെ കാര്യം. പിന്നെ കൊന്നാ പാപം തിന്നാ തീരുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. കണ്ടു നിൽക്കാൻ ത്രാണിയില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തിയറിയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞാനിങ്ങനെ വെളിയിൽ വന്നു. വെളിയിലിറങ്ങുമ്പം നല്ല രസമാണ്. അതേ നടുക്കൂടെ റോഡ്, ഇപ്പുറത്ത് കോഴി ഫാമും, അതും വളരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള കോഴി ഫാം, അപ്പുറത്ത് കനാൽ, അതിനപ്പുറത്ത് എന്തൊക്കെയോ വീട്. പിന്നെ കൂട്ടത്തിൽ ഞാൻ ഇതൊക്കെ കണ്ട് ഞാൻ എൻ്റെ സ്വന്തം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെക്കാത്ത കോഴീനെയും മേടിക്കാൻ പോയ ആളിനെയും വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചു. ഇപ്പോൾ നമ്മുടെ ചിക്കന് 108 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചു. നമ്മുടെ മയിൽവാഹനം ഇതാണ്, ചേട്ടൻ്റെ R15, ജിത്തു ചേട്ടൻ്റെ R15. അപ്പം നമ്മൾ നേരെ വണ്ടിയിൽ കയറി അങ്ങനെ വീട്ടിൽ പോരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.